ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന്റെ മൊഴികളിൽ വ്യക്തതയില്ല എന്നാണ് ഇഡി പറയുന്നത്. പാളികളിൽ പൂശിയതിന്റെ ബാക്കി സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ട് എന്ന് അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ദുരൂഹം എന്നുള്ള വിലയിരുത്തലുണ്ട്. എൻ വാസുവിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നതായിരിക്കും. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇഡി ചോദ്യം ചെയ്തത്, പക്ഷേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ വാസുവിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുമല്ലേ? മറ്റു നടപടികൾ കൂടി എങ്ങനെയാണ്? പൂജ, ഗുഡ് മോർണിംഗ്. നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7 മണിക്കൂറോളം എൻ വാസുവിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. വാസുവിന്റെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ട്, വ്യക്തതകളില്ല എന്നതാണ് ഇഡിയുടെ ഒരു വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വാസുവിനെ ഉടൻ തന്നെ വിളിപ്പിക്കും. അതിൽ വാസുവിനെതിരെ നേരത്തെ പലതരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ SITയും അതുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കുന്നത്, അതായത് ഈ സ്വർണം പൂശിയ ശേഷം ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്ന ഒരു കാര്യത്തിൽ അതിൽ ഒരു ദുരൂഹത അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി വാസുവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചതായി വ്യക്തമായിരുന്നു. അതായത് ബാക്കി സ്വർണം വന്നെന്നും അതൊരു പെൺകുട്ടിയുടെ വിവാഹ ചെലവിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അതിലടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട് മറുപടികളിൽ. കൂടാതെ നേരത്തെ ഈ കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതിനുശേഷം വാസു നൽകിയ കത്തംഗീകരിച്ചാണ് ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ SIT കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാസു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന നിലയിൽ തന്നെയാണ് അതിനെ ഇഡി കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഇഡി അടക്കം നോക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ തന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസുണ്ട്. തന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുവകളൊക്കെ അന്ന് ഇഡി ഫ്രീസ് ചെയ്യുന്ന നടപടിയൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് ഇഡി പോകാൻ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യലുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.